എല്ലാ ഓർമ്മകളും പഴയ കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിന്റെ ഒരു കോണില് ഒടി പിടിച്ച് എടുക്കാനാവാതെ അങ്ങനെ കിടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അല്ല, മനസ്സിലായില്ലല്ലേ? അതായത് നമ്മൾ മുമ്പ് ചെയ്ത കല്യാണങ്ങളായിക്കോട്ടെ, സൃഷ്ടികളായിക്കോട്ടെ, ടെലിഫിലിമുകളായിക്കോട്ടെ, സിനിമകളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, പാട്ടുകളായിക്കോട്ടെ, അതെല്ലാം ഉപയോഗിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ വീടിന്റെ കോണിൽ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടെങ്കിൽ അതിന്റെ സൊല്യൂഷനാണ് ഇത് ബിൻസ് കമ്മ്യൂണിക്കേഷൻ തൃശ്ശൂര്. നമ്മുടെ എന്ത് പ്രോഗ്രാം കേട്ടെ, ഏത് ഫോർമാറ്റും ഏത് ടേപ്പും എല്ലാം നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യാൻ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ കോസ്റ്റിൽ ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥാപനമാണ് ബിൻസ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ അതിന്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓരോ ടേപ്പ്, എന്തൊക്കെ ടേപ്പുകളാണ് ഇവിടെ ക്ലീൻ ചെയ്ത് നമുക്ക് ഡിജിറ്റലൈസ് ചെയ്തിരുന്നത് നോക്കാം. ഇതാണ് VHS കാസറ്റ്. ഓർമ്മ ഉണ്ടോന്നറിയില്ല, പണ്ടൊക്കെ കല്യാണങ്ങളും ടെലിഫിലിമുകളും ആൽബങ്ങളും ഒക്കെ ചെയ്തിരുന്നത് ഈ VHS കാസറ്റിലാണ്. ഇത് നമുക്ക് സുഖമായിട്ട് എത്ര പൊടി പിടിച്ചായിക്കോട്ടെ, എന്ത് സ്ക്രാച്ച് ആയിക്കോട്ടെ, നമുക്ക് അത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണ് VHS-C എന്ന കാസറ്റ്. VHS-C ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നമുക്ക് സുഖമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് അത് ഡിജിറ്റലൈസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറെ ഫോർമാറ്റാണ് വീഡിയോ 8, ഹൈ 8, D8 തുടങ്ങിയ ഇങ്ങനത്തെ കാസറ്റുകൾ. ഈ ഡെക്കിലിട്ടാണ് നമ്മൾ VHS ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഡെക്ക് ഉണ്ടോ, ഇതാണ് സൂപ്പർ VHS. ഈ VHSന് ശേഷം ഇറങ്ങിയിട്ട് കാസറ്റ്. ഇതാണ് VHS, സൂപ്പർ VHS. ഈ സൂപ്പർ VHS കാസറ്റ് ഉണ്ടോ. അപ്പോ ഇതാണ് അടുത്തത് യൂമാറ്റിക്. ഇത് രണ്ട് യൂമാറ്റിക് ആണ്. യൂമാറ്റിക്കിന്റെ ഡെക്ക്, പണ്ട് യൂമാറ്റിക്കിന്റെ ടേപ്പൊക്കെ വരികയെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാജകീയമായ സ്വീകരണമാണ് കൊടുത്തത്. പണ്ട് ടെലിഫിലിംസ് ഒക്കെ ചെയ്തിരുന്നത് യൂമാറ്റിക്കിലാണ്. യൂമാറ്റിക് ടേപ്പ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ വലിയ സ്ഥാപനങ്ങളിൽ, വലിയ ചാനലുകളിൽ ഒക്കെ യൂമാറ്റിക് സിസ്റ്റം ഉണ്ടായിരുന്നു. നമുക്ക് രണ്ടും ഇതുപോലെ യൂമാറ്റിക് ടേപ്പുകൾ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബീറ്റ, പിന്നീട് വന്ന വലിയൊരു വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മാറ്റമാണ് ബീറ്റ. ചാനലുകളും എല്ലാം ബീറ്റ ഫോർമാറ്റിലുണ്ടായിരുന്നു. അതുപോലെ ബീറ്റ, ഇത് ബീറ്റ ഫോർമാറ്റാണ്. ഈ ബീറ്റ കാസറ്റുകൾ നമുക്ക് കണ്ടോ, ഇതൊക്കെ ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളൊന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല. ബീറ്റ കാസറ്റ് നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു പുലി ഇറങ്ങിയത് ഇതാ കണ്ടോ, ഡിജി ബീറ്റ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഹൈടെക് ആയിരുന്നു അന്നത്തെ കാലത്ത്. ഇതൊക്കെ നമ്മൾ പണ്ട് ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഒരു ഫോർമാറ്റുകളാണ്. ഇതേ സത്യത്തിൽ ഞാൻ ഒരുപാട് വർക്കുകൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ തുടക്കകാലത്തൊക്കെ. ഡിജി ബീറ്റ ഹൈ ക്വാളിറ്റി ആണ് കേട്ടോ. അന്നത്തെ കാലത്തെ ഘട്ടം അനുസരിച്ച് നോക്കുമ്പോൾ ഹൈ ക്വാളിറ്റിയാണ്. ഇതൊക്കെ നമ്മുടെ സ്ഥാപനങ്ങളിലോ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇതാണ് DVC Pro എന്ന് പറയുന്ന ഒരു ഫോർമാറ്റ്. ഇതൊക്കെ ഇതിന് ശേഷം വന്നുള്ള സംഗതിയാണ്. അപ്പൊ DVC Pro കാസറ്റ് നമുക്ക് സുഖമായിട്ട് ഇതിന്റെ ഓലയില് പൊടിയൊക്കെ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം ക്ലീൻ ചെയ്ത് ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് മിക്കവാറും കുറച്ചുകൂടി ന്യൂജൻ സാധനമായിരുന്നു. കാരണം നമ്മളിപ്പോൾ ഡിജിറ്റൽ ഫോർമാറ്റുകൾ ഇറങ്ങുന്നതിന് മുമ്പായിട്ടുണ്ടായ മിനി DV കാസറ്റ്, ഇപ്പൊ ഞാൻ സംവിധാനം ചെയ്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആൽബങ്ങൾ ഈ സാധനത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഒരു കാലഘട്ടത്തിനെ മുന്നോട്ട് നയിച്ച സംഗതി. ഇത്തിരി ആണെന്നുള്ളത് നോക്കിയിട്ട് കാര്യമില്ല, പുലിയാണ് സാധനം. മിനി DV കാസറ്റ്. പിന്നെ ഇത് പിന്നീട് ഹൈടെക് ആയി. ഇത് കണ്ടോ, ഇതാണ് DV ക്യാം ഫോർമാറ്റ്. ഇത് കുറച്ചുകൂടി ഹൈടെക് ആയിട്ട് അന്ന് ഇറങ്ങിയതാണ് കണ്ടോ. കുറച്ചുകൂടി റേറ്റിന്റെ കാര്യത്തിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. മിനി DV കഴിഞ്ഞ DV ക്യാം കുറച്ചുകൂടി ഹൈടെക് ആയിട്ട് ഇറങ്ങിയ DV ക്യാം ഫോർമാറ്റ്. അതുപോലെ തന്നെ HDV ഫോർമാറ്റ്. ഇതൊക്കെ ബിൻസ് കമ്മ്യൂണിക്കേഷനിൽ ചെറിയ സാധനമാണെങ്കിലും ആള് നരിയാണ് കേട്ടാ. അപ്പൊ ഇത് നമുക്ക് ഇതുപോലെ പൊടിയൊക്കെ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റലൈസ് ചെയ്തെടുക്കാൻ പറ്റും. ഫിലിം ക്യാമറ ഉണ്ടായിരുന്നല്ലോ. ഈ ഫിലിം ക്യാമറയിൽ 8mm സൂപ്പർ 8 എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഫോർമാറ്റിനായിരുന്നു. ഇതാണ് അതിന്റെ സ്പൂണുകൾ ഉണ്ടോ. ഇതൊക്കെ 8mm ആണ് ഇതിന്റെ ഈ ഫിലിമുകൾ. ഈ ഫിലിമിലൊക്കെ നമ്മൾ ഒരുപാട് പൊടി അടിഞ്ഞ് ഒക്കെ കിടന്ന സാധനമാണ്. ഇപ്പൊ ഇതെല്ലാം നമ്മളിവിടെ വാഷ് ചെയ്ത് അതിനെ ഇതുപോലത്തെ, ഇതിപ്പോ സൂപ്പർ 8 ആണ്. ഇതിലിട്ട ശേഷം ഇതിൽ ഈ ഫിലിം ഇതുപോലെ ഈ ഒരു മൂവിയോടെ പോലത്തെ സംഗതിയിലൂടെ കയറി ഇതിങ്ങനെ തിരിയുമ്പോൾ ഇത് ഫ്രെയിം ടു ഫ്രെയിം ആയിട്ട് ഇതിൽ ക്യാപ്ചർ ആവുന്നു. അതിനുശേഷം ഇതിനെ നമുക്ക് ഡിജിറ്റൽ ആക്കിയിട്ട് തിരിച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ വലിയ കാര്യമാണ്. കാരണം ഇതൊരിക്കലും കേരളത്തിൽ തന്നെ ഇത്രയും സംവിധാനങ്ങൾ ഒരുമിച്ച് ഇല്ല എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി തന്നെ എനിക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ ഈ സ്ഥാപനത്തിൽ കുറെ കാലം ജോലി ചെയ്ത ഒരു വ്യക്തി ആയ സ്ഥിതിക്ക് അപ്പോൾ നമുക്കൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, പഴയ ഒരുപാട് പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് വീണ്ടും റിക്കവർ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വീണ്ടും കാണുക എന്നൊക്കെ പറയുന്നതിൽ പറഞ്ഞ സന്തോഷം വേറെ എന്താണ്. ഇതിൽ ചെറിയ ആളുകളൊന്നും ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാവില്ല. ചില കല്യാണങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ അത് വാങ്ങുമ്പോൾ അതാത് ആളുകളുടെ സന്തോഷം, മുഖത്തെ സന്തോഷവും ആ ഒരു കടപ്പാടൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പഴയ സ്ലൈഡുകൾ,
സ്ലൈഡ്, അതുപോലെ തന്നെ പഴയ ഫിലിമുകൾ കണ്ടല്ലോ, ഫിലിം ക്യാമറയിൽ ഉപയോഗിക്കുന്ന സ്റ്റില്ലിനോട് ഉപയോഗിക്കുന്ന ഫിലിമിന്റെ നെഗറ്റീവ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് വാഷ് ചെയ്ത് പോസിറ്റീവ് നല്ല ഫ്രഷ് ആയിട്ട് പ്രിന്റ് അടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ്. വേറെ സംഗതി എന്താ വെച്ചാൽ നമ്മൾ പിന്നീട് CD-യുടെ യുഗം വന്നു. ഈ CD-യിലേക്ക് നമ്മുടെ പല ആളുകളുടെയും CD, DVD ഇതിലൊക്കെ ആയിരിക്കും പല ആളുകളുടെയൊക്കെ കല്യാണങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ ഇപ്പോഴും അവിടെ തൊടാൻ പറ്റാത്ത വിധം സ്ക്രാച്ച് ആയി ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടാവും. ധൈര്യമായിട്ട് എത്ര സ്ക്രാച്ച് ഉണ്ടെങ്കിലും പരമാവധി ആ സ്ക്രാച്ചിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് അതിനെ റിക്കവർ ചെയ്ത് അതിന്റെ വീഡിയോ നമുക്ക് ഡിജിറ്റലാക്കി മാറ്റാൻ പറ്റും. CD, DVD, ഫിലിം, അതുപോലെ തന്നെ അതുപോലത്തെ ഡിസ്കുകൾ, ഏത് ഫോർമാറ്റും, ഞാൻ പറഞ്ഞു ഏത് ഫോർമാറ്റും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ നമ്പറിൽ വിളിക്കാം. നിങ്ങൾക്കത് ഡിജിറ്റലാക്കിയിട്ട് ഒരു പെൻഡ്രൈവ് ആയിട്ട് അഭിമാനത്തോട് കയ്യിൽ തരും. നിങ്ങൾക്കത് സന്തോഷത്തോടു കൂടി വീട്ടിൽ നിന്ന് എല്ലാവരോടും കൂടി ആസ്വദിക്കാം. ഓക്കെ, ഒട്ടും സമയം കളയണ്ട. ഓക്കെ, താങ്ക് യു.